ഓൺലൈൻ തട്ടിപ്പിനിരയായി ഗായിക അമൃത സുരേഷ്. 45,000 രൂപയാണ് അമൃത സുരേഷിന് നഷ്ടമായത്. വാട്സപ്പിലൂടെ അടുത്ത ബന്ധുവിന്റെ പേരിൽ പണം ആവശ്യപ്പെട്ടായിരുന്നു സന്ദേശം വന്നത്. വേറൊരു UPI ID-യിലേക്ക് പണം അയക്കണമെന്നായിരുന്നു നിർദ്ദേശം. പണം അയച്ചതോടെ വീണ്ടും 30,000 രൂപ കൂടി ചോദിച്ചുവെന്നും അമൃത സുരേഷ് പറയുന്നു. ഇതോടെ ബന്ധുവിനെ വിളിച്ചപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലാകുന്നതെന്നും ഗായിക വ്യക്തമാക്കി. അമൃതയുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വ്ളോഗിലാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. ഒരു ദിവസം ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, ബിന്ദു എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര പൊക്കമുള്ള ഒരു ചേച്ചി. ബിന്ദു ചേച്ചിയുടെ ഫോണിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വരുവാണ്. എനിക്ക് വാട്സാപ്പിൽ കേട്ടോ. അതായത് ഇപ്പൊ ഞങ്ങള് സിസ്റ്റേഴ്സ് അല്ലേ. ഇപ്പം പെട്ടെന്ന് ഇപ്പൊ അയ്യോ ഈ സാധനം എന്താ തലകുത്തിക്കണം. അപ്പം ചേച്ചിയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് വന്നിരിക്കുകയാണ്, എനിക്ക് ഒരു 45,000 റുപ്പീസ് വേണം, എമർജൻസി ആണ്, എന്റെ UPIക്ക് എന്തോ പ്രശ്നമുണ്ട്, ഈ നമ്പറിലേക്ക് ഇടാൻ പറഞ്ഞിട്ട്. അപ്പം എനിക്കാണെങ്കിൽ ആ സമയത്ത് കറക്റ്റ് എന്റെ അക്കൗണ്ടിൽ 45,000 രൂപ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് മെസ്സേജ് തരാം. അപ്പൊ ഞാൻ ഒന്നാമത് സ്റ്റുഡിയോയിലുമാണ്. എന്നിട്ട് ചേച്ചി പറഞ്ഞു 1 മണിക്കൂറിൽ ഇട്ട് തരാമെന്ന്. അപ്പൊ ചേച്ചി, ഞങ്ങള് സിസ്റ്റേഴ്സിന്റെ ഇടയിൽ ഇങ്ങനെ, ഞാനും അബി ആണെങ്കിലും ഇപ്പൊ ചേച്ചി ആണെങ്കിലും ഒക്കെ നമ്മള് എന്താ പറയാ, എമർജൻസി ആയിട്ട് വല്ല കടയിലൊക്കെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പൈസ ഇടുക, ഞാൻ ഇപ്പൊ തന്നെ ഇടാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഇടുകയും ചെയ്യും. അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ മെസ്സേജ് അയച്ചു, ചേച്ചി എനിക്ക് ഇന്ന് EMI കട്ടുള്ളതാണ് കേട്ടോ എന്ന് പറഞ്ഞ്. അപ്പൊ ഇറ്റ്സ് ഓക്കെ, ഞാൻ 1 അവറിൽ വേഗം തന്നെ അയക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ സ്റ്റുഡിയോയിലായതുകൊണ്ട് ഫോൺ വിളിച്ച് ചോദിക്കാനും പിടിക്കാനൊന്നും നിന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ചേച്ചിയുടെ UPI വർക്ക് ചെയ്യണില്ല, ഈ ഒരു ID-യിലോട്ട് ഇടണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അപ്പൊ തന്നെ പൈസ 45,000 അങ്ങനെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ സ്റ്റുഡിയോയിൽ ചിരിച്ചിരിക്കുന്ന ഒരു സെൽഫി അയച്ചു കൊടുത്തു. ഈ സെൽഫിനെ പറ്റി ഞാൻ അധികം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അടിക്കുന്ന ഒരു സെൽഫിയാണ് ഞാൻ അയച്ചു കൊടുത്തത്. എന്നിട്ട് അപ്പൊ ചേച്ചി അപ്പൊ തന്നെ മെസ്സേജ് വന്നു, താങ്ക് യു. അത് കഴിഞ്ഞപ്പോ അടുത്ത മെസ്സേജ് വന്നു, ഞാനത് കാണിച്ചു തരാട്ടാ, ഇതിനകത്ത് നമുക്ക് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത മെസ്സേജ് വന്നു, ഒരു 30,000 കൂടെ ഇടുമെന്ന് വെച്ചിട്ട്. അപ്പൊ ഞാൻ വേഗം തന്നെ ചേച്ചിനെ വീഡിയോ കോള് വിളിച്ചു. എന്റെ പൈസ ഉണ്ടായിരുന്നില്ല അയക്കാൻ. ഞാൻ തന്നെ അപ്പൊ തന്നെ വീഡിയോ കോള് വിളിച്ചപ്പോഴത്തേക്കും വീഡിയോ കോള് കട്ട് ചെയ്തു. അപ്പൊ ഞാൻ വേഗം ചേച്ചീനെ നോർമൽ കോള് വിളിച്ചു. നോർമൽ കോള് വിളിച്ചപ്പോ ചേച്ചി അവിടെ കിടന്ന് ഭയങ്കര കരച്ചിൽ. അമ്മൂ, എന്റെ ഫോൺ, എന്റെ വാട്സപ്പ് ആരാണ്ട് ഹാക്ക് ചെയ്തു, കുറെ പേർക്ക് ഇങ്ങനെ മെസ്സേജ് കൊടുക്കണ്ട്, നീ പൈസ ഒന്നും അയച്ചു കൊടുക്കല്ലേ എന്ന്. അപ്പോഴത്തേക്കും എന്തായി, കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു സെൽഫിയും പോയി. അപ്പം ആക്ച്വലി ഇപ്പൊ ഇതിന്റെ പുറകിലുള്ള ആക്ച്വൽ സംഭവം എന്താന്ന് ചേച്ചി വിളിച്ച് സംസാരിച്ചു. ആക്ച്വലി ഹാക്ക് നടന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ബിന്ദു ചേച്ചി എന്തോ ഒരു കൊറിയർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊറിയർ വരാനുണ്ടായിരുന്നു, എന്തോ ഒരു ഹോം ഡെലിവറി സാധനം വരാനുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി വർക്ക് ചെയ്യുന്നതിന്റെ മുറ്റത്ത് കൊണ്ടേ സാധാരണ കൊടുക്കാറില്ല. അപ്പൊ കുറച്ച് അപ്പുറത്തോട്ട് നിന്നിട്ട് സാധാരണ ഡെലിവറി ബോയ് വിളിച്ചിട്ട് ഈ ലൊക്കേഷന് വന്നിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മാറിക്കൊണ്ട് കൊടുക്കലാണ് ചെയ്യാറ്. അപ്പൊ ഷി വാസ് ഓൾറെഡി എക്സ്പെക്ടിങ് എ പാർസൽ. അപ്പൊ അതിന്റെ കോളാന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി ഫോൺ എടുത്തിട്ട് ഇന്ന നമ്പറിലേക്ക് ഒന്ന് തിരിച്ച് വിളിക്കാമോ, എന്നിട്ട് കറക്റ്റ് അഡ്രസ് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിച്ചു. ലൊക്കേഷൻ അയച്ചുതരാൻ അല്ല, തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞ. ഡെലിവറി ബോയ് അവിടെ എത്തിയിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ അതിനകത്തേക്ക് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. പക്ഷെ വിൻചേച്ചി ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്പറിന്റെ അറ്റത്തൊരു സ്റ്റാർ ഉണ്ടായിരുന്നു. മറ്റേ ആഷ് സ്റ്റാർ ഒക്കെ ഇല്ലേ, അതുപോലെ സ്റ്റാർ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എന്തോ വർക്കിന്റെ ഇടയിലായതുകൊണ്ട് പുള്ളിക്കാരി അത് ശ്രദ്ധിച്ചില്ല. കാരണം ഷീ വാസ് ഓൾറെഡി എക്സ്പെക്ടിങ് ഇങ്ങനെ നടക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ അങ്ങനെ ഡെലിവറി ബോയ് അങ്ങോട്ട് വിളിച്ചിട്ട് ലൊക്കേഷൻ ഇട്ട് കൊടുക്കണം നടക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങോട്ട് ചെയ്തപ്പോഴത്തേക്കും ആ നമ്പർ കോൾ ഫോർവേഡ് ആയി. അപ്പൊ ആ നമ്പർ കോൾ ഫോർവേഡ് ആയപ്പോ നമ്മൾ വേറൊരു ഫോണിൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് മറ്റേ പേഡ് ഫോൺ പോലെ ആഡ് ചെയ്യാൻ നോക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഒത്തന്റിക്കേഷൻ കോൾ ത്രൂ ചെയ്യാൻ പറ്റും. അപ്പൊ കോൾ ഫോർവേഡ് ഇത്ര ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല. ഇതാണിത്. ആക്ച്വലി ഈ സ്കാമിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ. നീ അതിന്റെ ആക്ച്വൽ നടക്കുന്ന ഞാൻ അതിന്റെ വിക്ടിം. ഞാൻ അതിനെ പറ്റി പഠിച്ച ആൾ, ചേച്ചി മറ്റേ ആൾ. അപ്പൊ ഇതിന്റെ പുറകെ നടക്കണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഇന്ന നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഈ സ്റ്റാർ എന്തോ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കലി സെറ്റിംഗ്സ് മാറി കോൾ ഫോർവേഡ് ആവും. അപ്പൊ നമ്മളൊരു പേ ഡിവൈസ് പോലെ വേറെ ഫോൺ എടുക്കാൻ നേരം നമ്മൾ OTP ഒത്തന്റിക്കേഷൻ വരുമല്ലോ, അത് ആ ഒത്തന്റിക്കേഷന് വേണ്ടിയിട്ട് എന്താ പറയാ, ഒന്നല്ലെങ്കിൽ മെസ്സേജ് എന്നുള്ളവരും അല്ലെങ്കിൽ കോൾ എന്ന് പറയും. അപ്പൊ കോൾ കൊടുക്കുമ്പോൾ അവർക്ക് ഇതാവും, അവർ പേരാവും. ഇതാണ് സംഭവിച്ചത്. അമ്മുവിന് പറ്റിയ അബദ്ധം, വാട്സപ്പ് സ്കാം എന്ന തലക്കെട്ട് കൂടിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സഹോദരി അഭിരാമിയും
അമൃതയ്ക്കൊപ്പം വീഡിയോയിലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സ്റ്റുഡിയോയിൽ വെച്ച് തന്റെ ബന്ധുവായ ചേച്ചി സന്ദേശം വാട്സപ്പിൽ വന്നത്. അത്യാവശ്യമായി 45,000 രൂപ ആവശ്യപ്പെട്ടിട്ടുള്ള സന്ദേശമായിരുന്നു അത്. ബന്ധുവിന്റെ UPI ID എന്തോ പ്രശ്നമുണ്ടെന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് അയക്കണമെന്നും പറഞ്ഞിരുന്നു. ഇന്ന് EMI അടയ്ക്കേണ്ട ദിവസമാണെന്നും 1 മണിക്കൂറിനകം പണം തിരികെ അയക്കണമെന്നായിരുന്നു സന്ദേശത്തിലുള്ളത്. സന്ദേശം കണ്ട ഉടൻ പറഞ്ഞ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുത്തു. ഒപ്പം സ്റ്റുഡിയോയിൽ നിന്ന് ചിരിച്ചുകൊണ്ടുള്ള ഒരു സെൽഫിയും അയച്ചു കൊടുത്തു. പണം അയച്ച ഉടനെ താങ്ക് യു എന്ന മറുപടി ലഭിച്ചു. പിന്നാലെ 30,000 രൂപ കൂടി അയക്കാമോ എന്ന് ചോദിച്ചു. ചോദിച്ച് വീണ്ടും സന്ദേശം എത്തി. തന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിനാൽ ചേച്ചി വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ കോൾ കട്ട് ചെയ്യരുതെന്നും അമൃത പറഞ്ഞു. തന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിനാൽ ചേച്ചിയെ വീഡിയോ കോൾ ചെയ്തിരുന്നുവെങ്കിലും കോൾ കട്ട് ചെയ്തു എന്ന് അമൃത പറഞ്ഞു. സാധാരണ കോൾ ചെയ്തപ്പോൾ ഫോൺ എടുത്തു. ചേച്ചിയുടെ വാട്സപ്പ് ഹാക്ക് ചെയ്തുവെന്നും കുറെ പേരോട് പണം ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നുവെന്നും വീഡിയോയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.